യുവാവിന് കടൽ ഭക്ഷണത്തിനോട് അലർജി ഉണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശൻ കൊടുത്ത ചെമ്മീൻ അയാൾ മനഃപൂർവ്വം കഴിക്കുന്നു. അലർജി വഷളാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കടൽക്കഞ്ഞി പോലും അയാൾ കുടിക്കുന്നു. അതിനുശേഷം സോഫയിൽ കിടന്ന് അലർജി വരുന്നതിനായി അയാൾ കാത്തിരുന്നു. എന്നിരുന്നാലും കുറെ നേരം അവിടെ ചെലവഴിച്ചിട്ടും അയാളുടെ ശരീരത്തിൽ അലർജിയുടെ പാടുകൾ ഉണ്ടായില്ല. തലേ ദിവസം മുത്തശ്ശൻ ദത്തെടുത്ത പേരക്കുട്ടി അലർജിയുടെ മരുന്ന് വേലക്കാരികളോട് ആവശ്യപ്പെട്ടതായി അവരുടെ സംസാരത്തിൽ നിന്ന് യുവാവിന് മനസ്സിലാവുന്നു. തലേ ദിവസം ചെമ്മീൻ കഴിച്ചതിന് ശേഷം പെൺകുട്ടി അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതായി അയാൾ ഓർക്കുന്നു. യുവാവിന് കടൽ ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെന്ന് അറിയാവുന്ന കുടുംബത്തിലെ ഏക വ്യക്തിയാണ് പെൺകുട്ടി. അലർജി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അയാൾ ആ മത്സ്യം കഴിച്ചതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ദയുള്ള പെൺകുട്ടിയാവട്ടെ തന്റെ പക്കലുള്ള അലർജിയുടെ മരുന്ന് ആ ഗ്ലാസ്സിലിട്ട് അയാൾക്ക് കൊടുക്കുന്നു. സത്യം മനസ്സിലാക്കിയപ്പോൾ യുവാവിന് പെൺകുട്ടിയോട് നന്ദി തോന്നിയില്ല. പകരം തന്റെ പദ്ധതി നശിപ്പിച്ചതിന് അവളോട് ദേഷ്യം കാണിക്കുന്നു. കുടുംബത്തിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി അവന്റെ അച്ഛൻ അവനെ മുത്തശ്ശന്റെ അടുത്തേക്ക് വിട്ടതാണ്. ആ വൃദ്ധന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ് കടൽ ഭക്ഷണത്തോട് അലർജി ഉണ്ടായിട്ടും അയാൾ അത് കഴിച്ചത്. രാത്രിയിലെ ഭക്ഷണത്തിന് മുത്തശ്ശൻ അവന് കടൽ ഭക്ഷണം കൊടുത്തത് കൊണ്ട് തന്നെ അവന്റെ മുത്തശ്ശന് കുറ്റബോധം തോന്നാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. പക്ഷേ മുത്തശ്ശൻ ദത്തെടുത്ത പേരക്കുട്ടി അവരുടെ പദ്ധതി തകർക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആദ്യം അയാൾക്ക് ആഗ്രഹം തോന്നി. എന്നാൽ ഈ സമയത്ത് അവന്റെ അച്ഛനാവട്ടെ പെൺകുട്ടിയുടെ മുറിയിൽ ബഗ്ഗിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്ന് അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നു. അയാൾ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ചെന്ന് അവളോട് സംസാരിക്കണമെന്ന രീതിയിൽ നിന്നിട്ട് ആ ബഗ്ഗിംഗ് ഉപകരണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പെൺകുട്ടിയിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് യുവാവ് അവന്റെ അച്ഛൻ്റെ കൂടെ പറയുന്നു. അങ്ങനെ അവന്റെ അച്ഛൻ അവളെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നു. പെൺകുട്ടിയുടെ ആർട്ട് ഗാലറിയിലേക്ക് യുവാവ് പോവുകയും അവിടെ തന്റെ ചിത്രങ്ങൾ കൊണ്ട് അവൾ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അയാൾക്ക് മനസ്സിലാവുന്നു. യുവാവ് ആ ബുക്ക് തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി നോക്കിയപ്പോൾ അവൾക്ക് തന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. മുത്തശ്ശൻ അവളെ ദത്തെടുത്തത് കൊണ്ട് തന്നെ അവളും യുവാവും സഹോദരങ്ങളാണ്. അതുകൊണ്ട് പെൺകുട്ടി നിശബ്ദമായി തന്റെ പ്രണയം ഒളിപ്പിച്ചു വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി അവന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരുന്നത്. സമയം ആർട്ട് സ്റ്റുഡിയോയിലേക്ക് വന്ന പെൺകുട്ടി തന്റെ സ്കെച്ച് ബുക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. ആരാണ് തന്റെ സ്റ്റുഡിയോയിൽ കയറിയെന്ന് വേലക്കാരിയോട് അവൾ ചോദിക്കുന്നു. യുവാവാണ് അത് എടുത്തതെന്നറിഞ്ഞ് പെൺകുട്ടി ഉടനടി തന്നെ അവന്റെ മുറിയിലേക്ക് പോകുന്നു. അവൾ വരുന്നത് അറിഞ്ഞിട്ട് തന്നെ അവൻ അവിടെ നിന്ന് ഒളിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ മുറി മുഴുവൻ പെൺകുട്ടി അവളുടെ ബുക്ക് തിരക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഈ സമയം യുവാവ് അങ്ങോട്ടേക്ക് വന്ന് തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു. പെൺകുട്ടി ഈ സമയം തന്റെ സ്കെച്ച് ബുക്ക് അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അത് താൻ എടുത്തിട്ടില്ല എന്നും അവൻ പറയുന്നു. തന്റെ രഹസ്യമായുള്ള പ്രണയം അയാൾ മനസ്സിലാക്കുമെന്ന് കരുതി അവന്റെ ശരീരത്തിലാകാം സ്കെച്ച് ബുക്ക് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി പെൺകുട്ടി അവന്റെ ശരീരത്തിൽ തിരയാൻ തുടങ്ങുന്നു. ആ യുവാവ് അവളെ തടയാൻ ശ്രമിക്കുകയും അബദ്ധവശാൽ രണ്ടുപേരും ഒരുമിച്ച് കട്ടിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആ മുറിയിലെ അന്തരീക്ഷം അടുപ്പമുള്ളതുപോലെ പ്രതീതി പരത്തുന്നു.